Okay, hello students. So, last class we problem surface area problem discuss integration substitution step substitution step substitution substitution 1 plus 9x raised to 4 substitution put u is equal to 1 plus 9x raised to 4. That's substitution. Now, du is equal to 9 into 4 x cube. 9 into 4 x cube. 36 x cube. From that, du by 9 is equal to x cube dx. Okay. Now, x cube dx is du by 36. This is root u. എന്നിട്ട് നിങ്ങൾ സാധാരണ ചെയ്യാറുള്ള പോലെ ചെയ്തു വായോ ഈ ആൻസർ തന്നെ കിട്ടും. ഇത് നോക്കി ആദ്യം x raised to 4 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, പിന്നെ 1/9 is equal to v കൊടുത്ത് വീണ്ടും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇൻ്റഗ്രേഷൻ ഒക്കെ നമുക്ക് നമ്മുടെ എളുപ്പത്തിന് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ അതുപോലെ ചെയ്യാം. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞ കണക്കിന് റൂട്ടിൻ്റെ ഉള്ള മുഴുവത്തിനും u കൊടുക്കുക. എന്നിട്ട് അതിനനുസരിച്ചിട്ട് എക്സ് ക്യൂബ് ഡി എക്സ് ഇവിടെ ഉണ്ട്, du by 36 എഴുതാനായിട്ട് പറ്റും. അതനുസരിച്ച് ചെയ്തു പോയാൽ മതി. ഇത് കോംപ്ലിക്കേറ്റഡ് ആണ്, ഇത് ചെയ്യേണ്ട നോട്ട് ചെയ്യുമ്പോൾ മാറ്റി ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞ കണക്കിന് ചെയ്യാം. അടുത്തത് the polygonal obtained by line joining the points 2, 0, 4, 4, 7, 5 and 8, 3 is revolved about the x-axis. Find the area of the resulting surface of revolution. അപ്പോൾ ഇവിടെ നമുക്ക് 4 പോയിന്റ്സിൽ ജോയിൻ ചെയ്യുന്ന പോളിഗൺ ആണ് തന്നിരിക്കുന്നത്. അത് അബൌട്ട് എക്സ് ആക്സിസ് റൊട്ടേറ്റ് ചെയ്യിക്കാൻ പോവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഏത് 2 പോയിന്റ് ജോയിൻ ചെയ്താലും നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. അപ്പോൾ 2 പോയിന്റ്സിൽ ജോയിൻ ചെയ്താൽ കിട്ടുന്ന സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ നമുക്കറിയാവുന്നതാണ്. x1 y1 x2 y2 ആണ് 2 പോയിന്റ് എന്ന് വിചാരിക്കുക. അവരെ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ നമുക്ക് ഈ പോയിന്റ് സ്ലോപ്പ് ഫോം യൂസ് ചെയ്തിട്ട് ഫൈൻഡ് ചെയ്യാം. y minus y1 is equal to y2 minus y1 divided by x2 minus x1 into x minus x1 എന്നുള്ളത്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ആദ്യം 2, 0യും 4, 4ഉം ജോയിൻ ചെയ്യുമ്പോണ്ടാവുന്ന സ്ട്രെയിറ്റ് ലൈനിന്റെ പീസ് ഓരോ പീസായിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഫിഗർ വരച്ചോ കേട്ടോ. 2, 0യും 4, 4ഉം ജോയിൻ ചെയ്യുമ്പോൾ നമുക്കൊരു ഫിഗറിന്റെ പീസ് കിട്ടും, ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. അതിന്റെ ഇക്വേഷൻ ഇവിടെ ഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് താഴ്ന്നു കിട്ടും. പിന്നെ അടുത്തത് നമുക്ക് 4, 4ഉം 7, 5ഉം ജോയിൻ ചെയ്യുമ്പോൾ ഇതാണ്. അതിൽ y ഈക്വൽ ടു എന്നുള്ള ഫോമിലേക്കാക്കി എഴുതണം കേട്ടോ. ഈ y1നെയും കൂടി ഇത് ഷിഫ്റ്റ് ചെയ്യണം. y ഈക്വൽ ടു y1 പ്ലസ് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 ഇൻറ്റു x മൈനസ് x1. ഇവിടെ f(x) ഈക്വൽ ടു എന്നുള്ള എഴുതിക്കുന്നത്, അതായത് y ഈക്വൽ ടു എന്നുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇവിടെ എഴുതാം. ഈ y1നെയും കൂടി ഇവിടെ ഷിഫ്റ്റ് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ 2 മുതൽ 4 വരെ ഇതായിരിക്കും ഇക്വേഷൻ. 4 മുതൽ 7 വരെ ഇതാണ് ഇക്വേഷൻ വരുന്നത്, സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ വരുന്നത്. ആ ഓരോ സ്ട്രെയിറ്റ് ലൈൻ വഴി നമുക്ക് വരച്ച് കാണിക്കാം കേട്ടോ. പിന്നെ 7, 5 to 8, 3 കറസ്പോണ്ടിങ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ കണ്ടുപിടിക്കുമ്പോൾ ഇതാണ് കിട്ടുന്നത്. 7 to 8 എക്സ് 7 to 8 ആവുമ്പോൾ ഇതാണ് കർവിന്റെ ഇക്വേഷൻ വരുന്നത്. 3 സ്ട്രെയിറ്റ് ലൈനിന്റെ പീസുകളാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ 2 മുതൽ 4 വരെ വരണം, 4 മുതൽ 7 വരെ വരണം, 7 മുതൽ 8 വരെ വരണം. നമുക്ക് ഇതിന്റെ കറസ്പോണ്ടിങ് ഡെറിവേറ്റീവ്സ് വേണം. അപ്പോൾ 3 എണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടി വരും. ഇന്റഗ്രേഷൻ ചെയ്യുമ്പോഴേ 3 എണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യേണ്ടി വരും. അത് നമുക്ക് ഒറ്റയടിക്ക് എല്ലായിടത്തും കർവിന് ഒരേ ഡെഫിനേഷൻ ആയിരുന്നു. ഇവിടെ ഓരോ സെഗ്മെന്റിലും കർവിന് ഓരോരോ ഡെഫിനേഷൻസാണ്. അപ്പോൾ 3 ഇന്റഗ്രലായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യേണ്ടി വരും. എന്തായാലും നമുക്ക് ഇതിന്റെ 3ന്റെ ഡെറിവേറ്റീവ് ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. അപ്പോൾ f dash of x കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യത്തിന്റെ f dash of x കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 മാത്രമേ വരുള്ളൂ അല്ലേ. 2x minus 4 ആണിത്. അപ്പോൾ ഇതിൻ്റെ 2 മാത്രമേ വരുള്ളൂ. അടുത്തതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1/3 മാത്രമേ വരുള്ളൂ. ഇതിൻ്റെ 1/3x മൈനസ് 4/3 പ്ലസ് 4 ആണ്. കോൺസ്റ്റൻസിൻ്റെ ഒക്കെ 0 ആയിട്ട് പോകും. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1/3 വരുള്ളൂ. സിമിലർലി ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ -2 വരുള്ളൂ. അപ്പോൾ ഓരോ റീജിയനിലും നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ്സിനെ ഫൈൻഡ് ചെയ്യുന്നു. നമുക്ക് എക്സ് വാരി ചെയ്യുന്നത് 2 മുതൽ 8 വരെയാണ്. പക്ഷേ ഓരോ സെഗ്മെന്റ് ആയിട്ടാണ് ഡെഫിനേഷൻസ് ഒക്കെ എടുക്കുന്നത്. അതുകൊണ്ട് ഓരോ ഇന്റഗ്രലായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യം ഫോർമുല ഒന്ന് എഴുതി, ടോട്ടൽ എഴുതുമ്പോൾ 2 to 8 എന്ന് എഴുതേണ്ടി വരും നമുക്ക്. പിന്നെ നമ്മളത് ഡിവൈഡ് ചെയ്തിട്ട് ഓരോന്നോരോന്നായിട്ട് കാണിക്കും. അത് 2 to 4 വരെ ആ ഫോർമുല റിപ്പീറ്റ് ചെയ്തു, 4 to 7, പിന്നെ 7 to 8.
ഇനി ഓരോന്നിലും നമുക്ക് 2π ഇൻറ്റു ഇൻറ്റഗ്രൽ 2 to 4 f of x മീൻസ് വൈയുടെ പ്ലേസിൽ 2 ഇൻറ്റു എക്സ് മൈനസ് 2 ഇവിടെ കറസ്പോണ്ടിങ് അതിൻ്റെ 1 പ്ലസ് ഇതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ സ്ക്വയർ ഇവിടെ 4 to 7 വൈയുടെ വാല്യൂ 1 പ്ലസ് അതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ സ്ക്വയർ 7 to 8 വൈയുടെ വാല്യൂ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 1 പ്ലസ് അതിൻ്റെ ഡെറിവേറ്റീവ്. ഓക്കെ, നമുക്കറിയാം ഇൻറ്റഗ്രൽ എക്സ് മൈനസ് എ ഡി എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് മൈനസ് എ റേസ് ടു 1 എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻറ്റഗ്രൽ എടുക്കുമ്പോൾ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ ബൈ 2 പ്ലസ് ദ കോൺസ്റ്റന്റ് എന്നാണ് ഇൻറ്റഗ്രേഷൻ വരുന്നത്. നമുക്കറിയാവുന്ന കാര്യമല്ലേ, എക്സ് മൈനസ് എനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ് മൈനസ് എ റേസ് ടു n പ്ലസ് 1 ഡിവൈഡ് ബൈ n പ്ലസ് 1. put u is equal to x minus a. So that dx is equal to du വരും. അപ്പോൾ ഇത് u du എന്ന് വരും. u raised to u square by 2 എന്നാണ് നമുക്ക് ഉത്തരം കിട്ടുക. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്താൽ മതി ഇത് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. u square by 2 പ്ലസ് സി എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ ബൈ 2 പ്ലസ് സി എന്ന് വരും. നമുക്ക് എപ്പോഴും ചെയ്യാറുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നമുക്ക് ഈ ഇൻ്റഗ്രൽ കിട്ടാറുള്ളതാണ്. അപ്പോൾ ഈ ഇൻ്റഗ്രേഷൻ്റെ ഫോർമുല വെച്ചിട്ടാണ് ഇതിൽ ഓരോന്നും ചെയ്യേണ്ടി വരിക. അതുകൊണ്ടാണ് ഇതൊന്നും മെൻഷൻ ചെയ്തത് ഇവിടെ. അപ്പോൾ അവിടെ √5 എക്സ് മൈനസ് 2 സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഉണ്ടാവും. അപ്പോൾ അത് ഇവിടെ ക്യാൻസലേഷനൊക്കെ ഉണ്ട്, വാല്യൂസ് ഉണ്ട് എങ്കിൽ അതനുസരിച്ച് ക്യാൻസലേറ്റ് ചെയ്ത ശേഷം എഴുതിയാൽ മതി. പിന്നെ ഇവിടെ നമുക്ക് റൂട്ട് 10/3 ആണ് ഇവിടെ വരുന്നത്. 1/6 ഇൻറ്റു എക്സ് മൈനസ് 4 സ്ക്വയർ ഇവിടെ √5 ഇൻറ്റു മൈനസ് ഓഫ് എക്സ് മൈനസ് 7 സ്ക്വയർ പ്ലസ് 5x. അവിടെ ഒരു 5 കൂടി വന്നിട്ടായിരുന്നു. അതുപോലെ ഇവിടെ ഒരു 4 ഉള്ളതുകൊണ്ട് ഇവിടെ 4x വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യും. അങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതിയിട്ടായിരുന്നു. സുഖമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുള്ള കാര്യമല്ല. ഈ ഫോർമുലയൊന്ന് യൂസ് ചെയ്താൽ മതി. കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക, ലിമിറ്റൊക്കെ കൊടുക്കുക. കുറച്ച് ചെയ്യാനുണ്ട്, കാരണം ആ കാൽക്കുലേഷനും ഇൻറ്റഗ്രേഷനും ലിമിറ്റും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു കൊടുത്ത് ചെയ്യാനുണ്ട്. അപ്പോൾ ബ്രാക്കറ്റ് മൈനസ് കഴിഞ്ഞിട്ടുള്ള ബ്രാക്കറ്റൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് കറക്റ്റായിട്ടൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുക കേട്ടോ. പറ്റും, ബുദ്ധിമുട്ടില്ല, ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് ഫൈനലി നമുക്ക് ഈ ആൻസർ കിട്ടാനായിട്ട് കാൽക്കുലേറ്ററിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ഈ വാല്യൂ കണ്ടുപിടിച്ച് വെച്ചാൽ മതി. ഓക്കെ, നോട്ട്ബുക്കിൽ അത് കൃത്യമായിട്ട് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ഏരിയ ഓഫ് എ സർഫസ് ഓഫ് റെവല്യൂഷൻ എബൌട്ട് വൈ ആക്സിസ് ആണ്. നേരത്തെ ലെങ്ത്തിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ എബൌട്ട് വൈ ആക്സിസ് ആണ് നമുക്ക് റൊട്ടേഷൻ വരുന്നതെങ്കിൽ കർവിന്റെ ഇക്വേഷൻ x = g of y എന്നുള്ള ഫോമിലാക്കണം. അതുപോലെ തന്നെ ലിമിറ്റ് യൂസ് ചെയ്യേണ്ടത് വൈയുടെ ലിമിറ്റ് ആയിരിക്കണം. എക്സിന്റെ ലിമിറ്റിന് പകരം വൈയുടെ ലിമിറ്റ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഫോർമുല വരുന്നത് ഇതാണ്: 2π ഇൻറ്റു ഇൻറ്റഗ്രൽ c to d x ഇൻറ്റു √1 പ്ലസ് dx/dy ഹോൾ സ്ക്വയർ dy, അല്ലെങ്കിൽ ഇൻറ്റഗ്രൽ c to d g of y √1 പ്ലസ് d dash of y സ്ക്വയർ dy ആണ് ഫോർമുല വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ലൈൻ സെഗ്മെന്റ് ഒന്ന് നോക്കി നോക്കാം ഇത്തരത്തിലൊരു പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്നുള്ളത്. ഇത് ലൈൻ സെഗ്മെന്റ് x = 1 മൈനസ് 1 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് തന്നിരിക്കുന്നത്. വൈയുടെ ലിമിറ്റ് ആണ്. x = ഡയറക്റ്റ് ആ ഫോമിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റി എഴുതാനൊന്നുമില്ല. നേരെ നമ്മുടെ ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യാം. ലാറ്ററൽ സർഫസ് ഏരിയ മീൻസ് നമ്മുടെ സർഫസ് ഏരിയ തന്നെ കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് വാരിയേഷൻ 0 to 1 ആണ്. c = 0 to 0, d = 1, x = 1 മൈനസ് 1. dx/dy എന്ന് പറഞ്ഞാൽ -1 ആണ് വരുന്നത്. √1 പ്ലസ് dx/dy സ്ക്വയർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ √2 ആണ് വരുന്നത്. ഇത് നമ്മുടെ ഫോർമുലയാണ്. അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 2π ഇൻറ്റു ഇൻറ്റഗ്രൽ 0 to 1 എക്സിന് പകരം 1 മൈനസ് y. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് ഇൻറ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു y ആണ്. അപ്പോൾ മേ ബി ഇവിടെ x ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഈ റൂട്ടിൻ്റെ ഉള്ളിലും എക്സിൻ്റെ ടേം വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, അത് കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യരുത്. കാരണം ഇവിടെ x എന്ന് പറഞ്ഞാൽ ഇൻ ടേംസ് ഓഫ് y ആണ് നമ്മൾ എടുക്കുന്നത്. x = g of y എന്നാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരിക്കലും കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യരുത്. എക്സിന് വൈയുടെ ടേംസിൽ ഒരു എക്സ്പാൻഷൻ കാണും. അപ്പോൾ ആ വൈയുടെ ടേംസിലേക്ക് എക്സിനെ മാറ്റി എഴുതിയിട്ട് വേണം ഇൻറ്റഗ്രേഷൻ ചെയ്യാനായിട്ട്. വിത്ത് റെസ്പെക്ട് ടു വൈ അല്ല ഇൻറ്റഗ്രേഷൻ. അപ്പോൾ അവിടെ വൈയുടെ ടേംസ് മാത്രമേ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എക്സിന്റെ ടേംസ് ഉണ്ടെങ്കിൽ അതിനെ വൈയുടെ ടേംസിലേക്ക് മാറ്റി എഴുതിയിട്ട് വേണം ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ചെയ്യാനായിട്ട്. അത് നമ്മൾ എപ്പോഴും വരുത്തുന്നൊരു മിസ്റ്റേക്ക് ആണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ എക്സിനെ 1 മൈനസ് y മാറ്റി എഴുതിയിരിക്കുന്നു. പിന്നെ ഇവിടെ നമുക്ക് വരിക 1 പ്ലസ് √2ന്റെ സ്ക്വയർ ആണ് പക്ഷെങ്കിൽ 1 + 2 ആണ് വരിക. അപ്പോൾ നമുക്കത് അങ്ങനെ തന്നെ എഴുതാം. ഓക്കെ,
അല്ല 1 + √2 അല്ല, അവിടെ √2 എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 - y √y dy. അപ്പോൾ അത് പിന്നെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റൊക്കെ കൊടുത്ത് π√2 എന്നാണ് നമുക്ക് വാല്യൂ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. എവിടേക്കാണ് തെറ്റുകൾ വരാമെന്നുള്ളതും എവിടേക്കാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതും ഫോർമുലയും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഈ 2 ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും 1-2 ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ലെങ്തിനും സർഫസ് ഏരിയയും. എക്സസൈസിൽ കുറേയധികം പ്രോബ്ലംസ് കൊടുക്കുന്നുണ്ട്. ഞാൻ ലെങ്ത്തിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ചെണ്ണം നിങ്ങൾ ചെയ്ത് നോക്കി പോയേ പറ്റൂ. കാരണം എക്സസൈസിൽ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കും, വർക്ക് ഔട്ട് മാത്രമല്ല ചോദിക്കുക. അപ്പോൾ അതുകൊണ്ട് വർക്ക് ഔട്ടൊക്കെ നന്നായി പഠിക്കുക, ഇക്വേഷനും അത് ചെയ്തിരിക്കുന്ന മെത്തേഡുകളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കുക. ഇത് കഴിഞ്ഞ് നിങ്ങളത് പഠിച്ച ശേഷം നിങ്ങൾ ഈ എക്സസൈസിൽ ഒരു 4-5 ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്ത് നോക്കുക. തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടോ, പുതിയൊരു പ്രോബ്ലം കിട്ടിയാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഓക്കെ, എന്നാൽ മാത്രം അത് പഠിച്ചു കഴിഞ്ഞെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, ഇന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കുന്നില്ല. പലരും പല പ്രോബ്ലമായിട്ട് ചെയ്ത് നോക്കൂ. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തോ, എല്ലാവരും ഡിവൈഡ് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരുടെ പ്രോബ്ലംസും കൂടി ക്ലബ് ചെയ്ത് വേണമെങ്കിൽ ഒരു നോട്ട് ഉണ്ടാക്കിക്കോട്ടോ. എക്സസൈസ് പ്രോബ്ലംസ് വേറെ പ്രോബ്ലംസ് ഒരു ടീമായിട്ട് നിങ്ങൾ ചെയ്തിട്ട്, ഒരു ടീം കുറച്ച് ആദ്യത്തെ 3 ചെയ്യുക, അടുത്ത ടീം അടുത്ത 3 ചെയ്യുക, അടുത്ത ടീം അടുത്ത 3 ചെയ്യുക. അങ്ങനൊരു ടീമായിട്ട് ചെയ്തിട്ട് എല്ലാം കൂടി ക്ലബ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊരു നോട്ടാക്കി മാറ്റാം. എക്സസൈസ് പ്രോബ്ലംസ് ചെയ്തൊരു നോട്ടാക്കി മാറ്റാം. അങ്ങനൊരു കളക്ഷൻ വേണമെങ്കിൽ ഉണ്ടാക്കിക്കോണം. അല്ലാതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ കഴിയുകയാണെങ്കിൽ എക്സാമിന് മുമ്പ് ഞാൻ തന്നെ അതൊന്ന് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് നോക്കാം. നിങ്ങളെ കൊണ്ട് അങ്ങനെ 3 പ്രോബ്ലം വീതം ഓരോ ടീമിൽ ഡിവൈഡ് ചെയ്ത് തന്ന് എക്സസൈസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്കത് റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്കത് ചെയ്യാം. ഓക്കെ, അപ്പം ഇപ്പം ഞാൻ ക്ലാസ്സുകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പോകുന്നത്. തൽക്കാലം നിങ്ങളിതൊന്ന് മനസ്സിലാക്കിയിരിക്കും. കാരണം ഇനിയിപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ എക്സാമൊക്കെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഒന്ന് ചെയ്യാം. എന്നാലും ഇതൊരു 3-4 എണ്ണം നിങ്ങൾ നോക്കി ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലത്.